നമ്മുടെ സയൻസ് സ്ട്രീമിലെ എല്ലാ കോമ്പിനേഷൻസിനെ കുറിച്ച് HSCയിലെ ദാറ്റ് മീൻ ഹയർ സെക്കൻഡറിയിലെ നമ്മളുടെ സ്റ്റേറ്റ് സ്കൂളുകളിൽ അവൈലബിൾ ആവുന്ന കോമ്പിനേഷൻസിനെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത്. ഈ എല്ലാ കോമ്പിനേഷൻസും എല്ലാ സ്കൂളിലും അവൈലബിൾ അല്ല, എന്നാൽ ഈ കോമ്പിനേഷൻസ് ഒക്കെ അവൈലബിൾ ആവുന്ന സ്കൂളുകളും ഉണ്ട്. യെസ്, നമുക്ക് ആദ്യം നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ ഓപ്ഷനിലെ എല്ലാ ഡോസും ഓപ്പൺ ആണ്. അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകണോ, മെഡിക്കൽ ഫീൽഡിൽ പോകണോ, വേറെ ഏതെങ്കിലും ഫീൽഡിൽ പോകണോ, എവിടേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ പ്ലസ് ടുവിന് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് കരിയർ ഓപ്ഷനെ കുറിച്ച് യാതൊരു വക ധാരണയായിട്ടില്ല. നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഏത് ജോലി എടുത്തിട്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സാണ് എടുക്കേണ്ടത്. ഈ ഓപ്ഷനാണ്, ഈ കോമ്പിനേഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ മാത്സ് പഠിക്കാൻ കുറച്ച് ടഫായിട്ടുള്ള ആളുകളാണ്, മാത്സ് എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഹോം സയൻസ് എന്നുള്ള ഓപ്ഷനാണ്. ഈ ഹോം സയൻസ് എന്നുള്ളതിനെ നിങ്ങൾക്ക് ഈ ഹോം സയൻസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മളുടെ ജീവിതവുമായി, നിത്യജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഫുഡ്, ന്യൂട്രീഷൻ, നമ്മളുടെ ഡെയിലി ലൈഫ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്ന ഒരു സംഗതിയാണ് ഈ ഹോം സയൻസ് എന്ന് പറയുന്നത്. സോ വളരെ എളുപ്പമാണ് ഹോം സയൻസ് പഠിക്കാനായിട്ട്. സോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്. നിങ്ങൾക്കത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലേക്കോ അങ്ങനെ ഏതെങ്കിലും ഭാഗത്തേക്കാണ് പോകാൻ സാധിക്കുക. എഞ്ചിനീയറിംഗ് ഫീൽഡ് നിങ്ങൾ നോക്കേ വേണ്ട, കാരണം നിങ്ങൾ മാത്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അടുത്തത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ് എന്നുള്ളതാണ്. ഇതിൽ ഹോം സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. സോ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്കോ ഏതിലേക്ക് പോകാനാണെങ്കിലും ഈ ഓപ്ഷനും ഓക്കെ ആയിരിക്കും. നല്ല കോഴ്സാണ്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ ഡോസും എല്ലാ എൻട്രൻസും നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്താൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ ഏത് കോഴ്സിന് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇനി അടുത്തത് 4 ജിയോളജി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് മീൻ ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, മാത്തമാറ്റിക്സ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പോകുന്ന ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ നന്നായിരിക്കും. ജിയോളജി നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു മേഖലയാണെങ്കിൽ, ജിയോളജിയിലെ ഡിഗ്രിയോ PG ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വളരെ നല്ലതാണ്. ജിയോളജി അധികം കുട്ടികൾ എടുക്കാത്ത എന്നാൽ വളരെയധികം സാധ്യതയുള്ള ഒരു വിഭാഗമാണ് ജിയോളജി. സോ ഈ കോഴ്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയെ, ഞാൻ പറഞ്ഞുതരാം. ഇനി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്. ഇത് കമ്പ്യൂട്ടർ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻസിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ബിടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിടെക് ഡാറ്റ സയൻസ്, ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ബിടെക് കോഴ്സുകളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വളരെ സ്യൂട്ടബിളാണ് നിങ്ങൾക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിലെ ഒരുവിധപ്പെട്ട പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള എല്ലാതും. അതിനുശേഷം നിങ്ങൾക്ക് ബിടെക്കിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. അടുത്തത് 6ാമത്തെ ഓപ്ഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക്സ്. നിങ്ങൾ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ഓൺ ഇലക്ട്രോണിക്സിൽ ഒരു ബിടെക് എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ മോഹമെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിലെ ആ സബ്ജക്റ്റ് എടുത്തോളൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണിത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ബിടെക്കിന് പോകുന്നത് ബിടെക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് മേഖലയിൽ തന്നെ പഠിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ജിയോളജി എന്നുള്ളതാണ്. ഇതൊരു കോമ്പിനേഷനാണ്. ഇത് മാത്സിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസും ജിയോളജിയുമാണ് എടുക്കുന്നത്. മാത്സും ഇല്ല, ബയോളജി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിടെക് വിഭാഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല, കാരണം ബിടെക്കിന് മാത്തമാറ്റിക്സ് അത്യാവശ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഡിഗ്രി കോഴ്സുകളുടെ കമ്പ്യൂട്ടർ സയൻസിലെ ബേസ് ചെയ്തിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ ബിടെക് അല്ലാതെ മറ്റുള്ളതുണ്ട്, അവയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. മാത്സ് ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ജിയോളജിയിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡിഗ്രി കോഴ്സും PG കോഴ്സും എല്ലാം അവൈലബിൾ ആണ്. അടുത്തത് 8ാമത്തെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നിങ്ങൾ മാത്സ് വളരെ ഇഷ്ടമുള്ള ആളാണ്, നിങ്ങളുടെ കരിയർ ഓപ്ഷൻ മാത്സ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഡീപ്പ് ലേണിംഗ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ബുക്കിലൂടെ നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് മാത്സ് വളരെ ഇഷ്ടമാണെങ്കിൽ ഈ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തത് 9th ഓപ്ഷനാണ്
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് സൈക്കോളജി. കുറേ കുട്ടികൾ സൈക്കോളജി ഇപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിയോ അല്ലെങ്കിൽ BSc സൈക്കോളജിയോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കുന്നതിന് മുന്നേ, അതായത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു ഡിഗ്രി പഠിക്കുന്നതിന് മുന്നേ ഒരു ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് ഒരു സബ്ജക്റ്റ്, സൈക്കോളജി സബ്ജക്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊരു കോഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടൊരു കോഴ്സിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഹയർ സെക്കൻഡറിയിൽ, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഈ 9 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോമ്പിനേഷൻസിൻ്റെ സബ്ജക്ട്സിനെ കമൻറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണ് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം.